ഞാൻ വർഗീയതയ്ക്കെതിരായ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഏത് ആക്രമണങ്ങളെയും ഏത് കുന്തമുനകളെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, വർഗീയതയുമായി ഏറ്റുമുട്ടി തോറ്റ് നിലത്ത് വീണാലും അത് വീരോചിതമായ ചരമമായിരിക്കും. ഈ പറഞ്ഞത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുന്നേ തന്നെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പറവൂരിലെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ VD സതീശൻ ചിലത് പറഞ്ഞിരുന്നു. എന്റെ ഒന്നാമത്തെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല. എന്റെ ഒന്നാമത്തെ ലക്ഷ്യം കേരളത്തിന്റെ മണ്ണിൽ വർഗീയ വിഷവിത്തുകൾ പാകാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതിരിക്കുക എന്നതാണ്. കേരളത്തിലെ ഒരു സമുദായ നേതാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങളുടെ MLA മുട്ടുമടക്കില്ല എന്ന് കൂടി ഞാൻ പറഞ്ഞു. അന്നത്തെ ഈ പ്രസംഗത്തിന് ശേഷം പറവൂരിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ VD സതീശന്റെ ഭൂരിപക്ഷം 20,000-ൽ കുറവായിരുന്നില്ല. VD സതീശന്റെ ഈ ശൈലിയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ആശങ്കയുണ്ടെങ്കിലും നേതൃത്വത്തിന്റെ പിന്തുണ സതീശനാണ്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ എല്ലാ ആളുകളുടെയും ആഗ്രഹം, ആവശ്യം. നല്ല സൗഹൃദം എല്ലാവരുമായിട്ട് നിലനിർത്താൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും പരിശ്രമിക്കും. ആരും ഒറ്റയ്ക്കല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ NSSന്റെ SNDPയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. ഞങ്ങളെ നേതാക്കന്മാരെ ആര് വിമർശിച്ചാലും, VD സതീശനെ വിമർശിച്ചാലും, രമേശ് ചെന്നിത്തലയെ വിമർശിച്ചാലും, സണ്ണി ജോസഫിനെ വിമർശിച്ചാലും ഞങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. VD സതീശൻ എന്തായാലും ഈ നിലപാടുകൾ തുടരും, ഈ ശൈലിയും തുടരും. കോൺഗ്രസ് നേതൃത്വം VD സതീശനെ പിന്തുണയ്ക്കുമ്പോഴും VD സതീശന്റെ ശൈലിയിൽ മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. T. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.